ആൻഡ് വെൽക്കം ടു പേർഷ്യൻ മലയാളി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലഞ്ച് ടൈമിനാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഊണ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റിൽ തന്നെ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയി. ബിക്കോസ് ലാസ്റ്റ് ടൈം നമുക്ക് ഊണ് ഇഷ്ടപ്പെട്ടു. സോ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ശരി ഊണ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് നമുക്ക് നേരെ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഊണ് കഴിക്കാൻ നേരെ പോയി. അപ്പം കഴിഞ്ഞ ആഴ്ച കണ്ട് സെയിം സദ്യയും സെയിം കൂട്ടാനും കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. കൂട്ടാനും സദ്യക്കും ജസ്റ്റ് ഒരു പായസത്തിന് മാത്രമേ വ്യത്യാസമുള്ളായിരുന്നു. പാലട പ്രഥമനായിരുന്നു. അടപ്രഥമൻ്റെ പകരം ഞാൻ പാലട പ്രഥമൻ കുടിക്കാറില്ല. സോ പ്രേൺ കുടിച്ചെൻ്റെ വയസ്സും. സോ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇന്ന്. ആൻഡ് ഇന്നത്തെ സദ്യ കൂട്ടാനൊക്കെ എല്ലാം നല്ലതായിരുന്നു. ആസ് യൂഷ്വൽ ലാസ്റ്റ് വീക്ക് കഴിച്ച പോലെ തന്നെ കൂട്ടാനൊക്കെ വെജിറ്റബിൾ സൈഡ് ഡിഷുകളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ചോറ് ഞങ്ങൾക്ക് ലാസ്റ്റ് ടൈം പോലെ ഇത്തവണത്തെ ചോറ് അത്ര വെന്ത പോലെ ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഇന്ന് പോളിങ് ഇച്ചിരി കുറവായിരുന്നു. ചോറ് വേവാത്തതുകൊണ്ട് ചോറ് ചവയ്ക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ. ചിലപ്പോൾ നമ്മുടെ വീടുകളിലും നമ്മൾ ചോറ് വെക്കുമ്പോൾ സംടൈംസ് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റാറുണ്ടല്ലോ. ചിലപ്പോൾ അവർക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളവരെ ക്ഷമിച്ചിരിക്കുന്നു. ബട്ട് ഞങ്ങൾ ബില്ല് പേ ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ ചോറ് ഇന്ന് വെന്തിട്ടില്ലായിരുന്നു എന്ന്. സോ ഇതാണ് ഞങ്ങളുടെ വിളമ്പി സദ്യയെല്ലാം വിളമ്പിയിട്ട് അവർ പോയി. അപ്പോൾ ചോറ് വിളമ്പി കഴിഞ്ഞിട്ടാണ് ഞാൻ കൈ ഇങ്ങനെ അരിയിലോട്ട് വെച്ചപ്പോഴേ എനിക്ക് തോന്നി ചോറ് വെന്തിട്ടില്ലെന്ന്. ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഊണിൽ നിന്നാണ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നൊരു ഹോളിഡേ ആണ്. അപ്പം ഞങ്ങൾ ശരി ഫ്രണ്ട് പറഞ്ഞ് ഇന്നൊന്നും വെക്കണ്ട. അപ്പം എനിക്ക് 2-3 ദിവസമായിട്ട് ഹെഡ് ഏക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എപ്പോഴും കാണിച്ചാൽ ഞങ്ങൾ ബോറടിക്കും എന്ന് നമുക്കറിയാം, അതുകൊണ്ട് കാണിച്ചില്ല. സോ ഫ്രണ്ട് പറഞ്ഞ് റെസ്റ്റ് എടുക്കുന്നീ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് വെളിയിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് വീക്ക് കഴിച്ചെടുത്ത് തന്നെ ഒരു സദ്യ വീഡിയോ ഞങ്ങൾ ഇട്ടിരുന്നത്. അവിടെ തന്നെ വന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ പറ്റും. ഭയങ്കര റീസണബിൾ റേറ്റ് ആണ്, നല്ല റെസ്റ്റോറൻറ്റുമാണ്. പക്ഷെ ഇന്നത്തെ സദ്യ കൂട്ടാനൊക്കെ എല്ലാം നല്ല, അതിലും ചോറ് അങ്ങോട്ട് വെന്തില്ലായിരുന്നു. ഇപ്പൊ വീടുകളിൽ നമ്മൾ കഴിക്കുമ്പോൾ ചില ദിവസം ചോറ് വേവത്തില്ലല്ലോ, അങ്ങനെ അവർക്ക് അബദ്ധം പറ്റിയാൻ തോന്നുന്നു. പക്ഷെ കൂട്ടാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നും. പക്ഷെ ചോറ് അങ്ങോട്ട് വേവാത്തോണ്ട് നമുക്ക് ഒത്തിരി എന്താ പറയാ, ചോറ് അധികം കഴിക്കാൻ പറ്റില്ല. കുറച്ച് കൂട്ടാനൊക്കെ വാരി കഴിച്ചിട്ട് ഇറങ്ങി. അടുത്ത നമ്മള് എവിടെ പോവാ വേണ്ട, അടുത്ത നമ്മള് ലുലുവിൽ പോണം. കുറച്ച് ഡേറ്റ്സ് വാങ്ങണം, പിന്നെ ചോക്ലേറ്റ്സ് വാങ്ങണം, കുറച്ച് വെറൈറ്റി. നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലേ, കുറെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഡേറ്റ്സ് ഒട്ടും വാങ്ങിയിട്ടില്ല. പക്ഷെ ഡേറ്റ്സിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് വീട്ടില്. എന്റെ ബ്രദറിന്റെ ഡേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട് അമ്മയും പറഞ്ഞിട്ടുണ്ട് ഡേറ്റ്സ് കൊണ്ടുവരാൻ. എന്റെ അമ്മയ്ക്കും ഇച്ചിരി ഡേറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ എവരിഡേ ഡേറ്റ്സ് കഴിക്കും, സ്കിപ്പ് ചെയ്യാതെ. ഈ പറഞ്ഞ ഒരുപാട് സാധനം വാങ്ങാതെ കുറെ വെറൈറ്റി ഐറ്റംസ്, ഒരുപാട് അങ്ങനെ വ്യത്യസ്തമായ ചുമ്മാ വലിച്ചു വാരി വാങ്ങാറില്ല, കുറേ വാങ്ങാറില്ല. ഒരുപാട് ഐറ്റംസ് കുറച്ച് വാങ്ങും. അതാണ് നമ്മുടെ. പിന്നെ എന്റെ വീട്ടിൽ കുട്ടികളില്ല. പക്ഷെ എന്റെ വീട്ടിൽ എന്റെ ബ്രദറിന്റെ മോനുണ്ട്, എന്റെ കസിന്റെ മോനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ. അപ്പൊ അവർക്ക് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുറച്ചായിട്ട് ഞങ്ങൾ വാങ്ങുന്നത്. സോ ഞങ്ങൾ ഇന്ന് ലുലുവിലേക്ക് പോകാൻ ഡേറ്റ്സ് വാങ്ങാനായിട്ട് ഇവിടുന്ന് കഴിച്ച് വെച്ചിറങ്ങി. നെക്സ്റ്റോടെ ഫുഡ് ബുക്ക് ചെയ്യുന്ന അല്ലാതെ ദുബായ്. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ലുലുവിലേക്ക് പോവാം. യെസ്, കീപ് വാച്ചിങ്. വേണ്ട, വെയിലാ ഭയങ്കര, നടക്കാൻ വയ്യ. എന്റെ കൈ അറിയാതെ ചെവിയിൽ വരും. വീഡിയോയില് നോക്കാം ഇത് എപ്പോ അങ്ങനെ ചെവിയും പിടിച്ചോണ്ടിരിക്കുന്നു. ഇടുപോ. പക്ഷെ മേല ഇവിടെ വെയില, അവിടെ വെയിലില്ല. തിരിച്ച് വണ്ടി വന്ന് കയറുമ്പോ. ശരി ഇടും. ഇത്തണ്ട അനാവശ്യ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല കേട്ടല്ലോ. ചുമ്മാ കാശുകളെ ഞാൻ പറഞ്ഞേക്കാം. ഞാനെന്താ അനാവശ്യം വാങ്ങി? ഞാനാണോ ചോദിക്കാന്? കൊച്ചിനെ നോക്കണം, കൊച്ചിന്റെ വീഡിയോ എടുക്കാം.
ഏതാ ഓരോന്നോരോന്ന് എടുത്തു, രണ്ട് ഓരോന്ന് എടുത്തു. പുള്ളിക്കാരി വരണ്ട. ഗ്ലിറ്റർ പോലെ അത് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കുറച്ച് സ്പ്രേ ചെയ്യുമ്പോൾ അതിന്റെ വാട്ടർ അതിൽ കാണിക്കുന്നതാണ്. എന്റെ കൈ മൊത്തം തിളങ്ങുന്നു. എനിക്ക് ആദ്യമായിട്ട് ഒരു പെർഫ്യൂമിന്റെ മണം ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, എനിക്കിഷ്ടമല്ല അങ്ങനെ പെർഫ്യൂം. ഞാൻ ഡിയോഡ്രൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, മണം എല്ലാം കൂടെ. അത് ഈ വയലറ്റിന്റെ മണം ഈ തല പെരുക്കുന്ന മണത്തിൽ. അതും എടുത്തു. താങ്ക് യു. എവിടെ കാണിച്ച ലോങ് ചിപ്സ്? എനിക്കൊന്നും ഇതെടുക്കണോ അതോ ഇതാണോ നല്ലത്? ഇഷ്ടമുള്ള ഇട്, ഏതെങ്കിലും ഇട്. എടുത്തോ? പിസ്താഷ്യോ എന്നാ എട്, അതിലിട്. ഒരു 5 എടുത്ത്. പല ഫ്ലേവേഴ്സ് ആണ്. ഡൈവൻ്റെ റിച്ച് ഫ്ലേവർ. എപ്പോഴാണ് ടേസ്റ്റ് ചെയ്തത്? കുനാഫ ചീസ് ചോക്ലേറ്റ് ആണോ ടേസ്റ്റ് ചെയ്തത്? കണ്ടെത്തില്ല. ഞാൻ അതാ ചേച്ചി കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അപ്പോൾ എടുത്തു. നല്ല കാര്യം. ഞങ്ങൾ ഇന്ന് മേജറായിട്ടൊന്നും ഷോപ്പിങ്ങിൽ ഇത് വേറെ സാധനങ്ങളൊന്നും വാങ്ങില്ല. കുറേ ലുലുവിൽ എസ്പെഷ്യലി ഓണം ടൈമൊക്കെ ആകുമ്പോഴും പിന്നെ വീക്കെൻഡ്സിലൊക്കെ ഒരുപാട് നല്ല നല്ല ചോക്ലേറ്റ്സ് വേറെ വേറെ കൺട്രീസ് എന്നുള്ളതാണ് കേട്ടോ. അതെല്ലാം ഇങ്ങനെ നല്ല ഓഫറിലൊക്കെ കിട്ടും, നല്ല യമ്മി ചോക്ലേറ്റ്സ് ഒക്കെ. പക്ഷെ നമ്മൾ കഴിക്കാറില്ല. അത് അതിൻ്റെ കവർ കാണുമ്പോഴേ അറിയാൻ ഭയങ്കര യമ്മിയാണെന്ന്. വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ആകുമ്പം ഇതൊന്നും കിട്ടാറില്ലല്ലോ, ഇങ്ങനത്തെ ഫ്ലേവേഴ്സ് ഒന്നും. ഇനി ഇപ്പോഴത്തെ അവിടുത്തെ ലുലുവിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ പോയിട്ടില്ല. ബട്ട് അടിപൊളിയാണ് ഇതൊക്കെ. ഇത് ലുലുവിൽ തന്നെ ഒരു ഡേറ്റ് സെഷനാണ്. ഇത് ലുലുവിൻ്റെ ഡേറ്റ് സെഷൻ അല്ല കേട്ടോ, ലുലുവിൻ്റെ ഡേറ്റ് സെഷൻ വേറെ ഉണ്ട്. ഇത് ലുലുവിൽ തന്നെ വേറൊരു ഡേറ്റ്സ് കടയുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഡേറ്റ്സ് വാങ്ങിയത്. ഇവിടെ ഡിഫറെൻറ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്നുള്ള ഡേറ്റ്സ് ഉണ്ട്. അപ്പം സോഫ്റ്റ് വെറൈറ്റീസ് ഉണ്ട്, കുറച്ച് ഹാർഡ് വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ഫ്ലേവേർഡ് ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഡേറ്റ്സിൻ്റെ ഫിൽ ചെയ്തേക്കുന്ന പിസ്ത ബദം അങ്ങനത്തെ ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അടിപൊളി ഡേറ്റ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ കിട്ടുന്നത്. ലുലുവിൻ്റെ ഡേറ്റ്സ് അല്ല, ഇത് ലുലുവിൽ തന്നെ വേറൊരു ഷോപ്പാണ്. Can I taste one? ഒരെണ്ണം താ എനിക്ക്. ഫീഡില്ല. നമ്മളിതാണ് എടുക്കുന്നത്, സഫാരി. ഇതും നല്ല ഡേറ്റ്സാ, മജ്ദൂർ. I want 9, that's why. No, you want how many? Can you give this 1.5 kg? But which one is the softest? Okay. That one. Why is it in that color?
അത് കൊള്ളത്തില്ല. ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. When will I return? One more 1 kg. One more 1 kg. അപ്പോൾ ഡേറ്റ്സും ചോക്ലേറ്റ്സും കുറച്ച് പെർഫ്യൂമും ഒക്കെ വാങ്ങി ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും വ്ളോഗ്സ് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.